ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വിപുലമായ ആഘോഷങ്ങളുമായി രാജ്യം. തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ആവശ്യമെന്ന് രാഷ്ട്രപതി. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി നടപ്പാക്കിയ ജനകീയ ക്യാമ്പയിനിൽ ഒരു മാസത്തിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാസർഗോഡ് സൂര്യാഘാതമേറ്റ് ഒരു മരണം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. രണ്ടാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഗോവ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വിപുലമായ ആഘോഷങ്ങളുമായി രാജ്യം. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുമ്പോൾ തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ആവശ്യമാണെന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഗുജറാത്തിലെ നവ്സാരിയിൽ നടന്ന ലഖ്പതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2024 വനിതാ രത്ന പുരസ്കാരങ്ങൾ മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിൽ സമ്മാനിച്ചു. ലോക വനിതാ ദിനത്തിൽ ചരിത്രം കുറിച്ച് കേരളം. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ഒരു മാസത്തിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ 1517 ആശുപത്രികളിലാണ് സ്ക്രീനിംഗ് സംവിധാനം ഒരുക്കിയിരുന്നത്. 33 വർഷം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച വയനാട് സ്വദേശിനി വിനയ AN സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാര നിറവിൽ. സ്ത്രീകൾ ആത്മാഭിമാനത്തോടെ നിവർന്നു നിൽക്കണമെന്ന് ശ്രീമതി വിനയ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. സ്ത്രീകളുടെയും ശാക്തീകരണം എന്ന വിഭാഗത്തിലാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. സാധാരണ പ്രകൃതിപരമായിട്ടുണ്ടാവുന്ന ഒരു ചോദനകളുണ്ട് ആ ജീവജാലമായിട്ട്. ഈ ചോദനകള് കൃത്രിമമായിട്ട് തടയപ്പെടുകയാണ് സ്ത്രീകളുടെ കാര്യങ്ങളിൽ സംഭവിച്ചത്. ഇത് എല്ലാവർക്കും ബാധകമാണെങ്കിലും ആൺകുട്ടികള് കളിക്കളങ്ങളിലൂടെ അവർ തിരിച്ചെടുക്കുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും അവർ അതാത് നിമിഷം അവരിങ്ങനെ ജീവനോട് പൊരുതിയിട്ടാണ് ജീവിക്കുന്നത്. ഏത് നിമിഷവും അവർ ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ വിജിലന്റ് ആയിരിക്കും. അവരുടെ ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. സ്ത്രീകളുടെ ഇങ്ങനത്തുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാത്തതിന് കാരണം അവർ സേഫ് സോണിലായതുകൊണ്ടാണ്. സ്ത്രീകൾ കളിക്കളങ്ങളിലേക്ക് ഇറങ്ങട്ടെ, സൈക്ലിംഗ് പ്രാക്ടീസ് ചെയ്യട്ടെ, ഇങ്ങനെ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ പൊതുയിടങ്ങളിൽ ഉണ്ടാവട്ടെ. സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസവും നിരന്തര പരിശ്രമവുമാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി. തടസ്സങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് വിജയം ഉറപ്പാണെന്നും മിന്നുമണി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും ആദ്യമായിട്ട് വേണ്ടത്. അതിലേക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. എന്നെയും ഒരുപാട് പേരുണ്ടായിരുന്നു പറഞ്ഞു താഴ്ത്താനും പിന്തിരിപ്പിക്കാനും ഒക്കെ. ആരുടെയും വാക്കിന് വില കൊടുക്കാണ്ട് എന്റെ ഒരു ഡ്രീം ഇതാണെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് സാമൂഹിക ക്ഷേമ മേഖലയിൽ നീതിബോധത്തോടെ പ്രവർത്തിക്കാൻ പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കുടുംബശ്രീ മിഷന്റെയും വയനാട് ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും സംസ്ഥാനതല സിംപോസിയവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് സമത്വബോധത്തോടെ പ്രവർത്തിക്കാൻ പ്രായോഗികവും നിയമപരവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 27ാം ദിവസത്തിലേക്ക് കടന്നു. വനിതാ ദിനമായ ഇന്ന് ആശാ വർക്കർമാർ വനിതാ മഹാസംഗമം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആശാപ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന വനിതാ സംഗമത്തിൽ പങ്കെടുത്തു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ വനിതാ സംഘടനകൾ സമരപ്പന്തലിൽ എത്തി. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കലാകാരികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കലാപ്രകടനം നടത്തി. അതേസമയം CPI നേതാവ് ആനി രാജയും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു.
ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി പ്രശ്നം പരിഹരിക്കണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് പുനരധിവാസ വിഷയത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയത്തിൽ അനാവശ്യമായി രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ പുനരധിവാസ വിഷയം പൂർണ്ണമായും DCMAയുടെ അധികാരത്തിലാണെന്നും സർക്കാർ ഇടപെടേണ്ട ഘട്ടമായിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അർഹതയുണ്ടായിട്ടും 3 പട്ടികയിലും ആരും ഇടം നേടാതിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. അഫാന്റെ അമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ തെളിവെടുപ്പാണ് പൂർത്തിയായത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും പണം അയക്കാനെത്തിയ ATMയിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതിനെ തുടർന്ന് അഫാനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെ വനാതിർത്തിയിൽ സൌരോർജ്ജ തൂക്കുവേലി നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആനമതിൽ പൂർത്തിയാക്കുന്നതുവരേക്കാണ് സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആറളം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതി വിഹിതം ഉപയോഗപ്പെടുത്തിയാണ് ആറളത്ത് 5 കിലോമീറ്റർ നീളത്തിൽ സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്തും ആറളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് 36 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. പുനരധിവാസ മേഖലയിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ 50 തൊഴിലാളികളെ നിയോഗിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് വിനിയോഗിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. കാസർഗോഡ് സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. കയ്യൂർ വലിയ പൊയിലിലെ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. 92 വയസ്സായിരുന്നു. വീടിന്റെ സമീപത്ത് വെച്ച് സൂര്യാഘാതമേൽക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ മത്സരം പുരോഗമിക്കുന്നു. രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ ഗോവ FCയെ നേരിടും. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മരിക്കാനിടയായ സംഭവത്തിൽ കൃത്യമായ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഷഹബാസിന്റെ താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. താനൂരിൽ നിന്ന് നാട് വിട്ടുപോയ പെൺകുട്ടികൾ തിരിച്ചെത്തി. പോലീസ് സംഘത്തോടൊപ്പം ഉച്ചയോടെ എത്തിയ കുട്ടികളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തി കൌൺസിലിംഗിന് ശേഷം വീട്ടുകാർക്ക് വിട്ടുനൽകും. ഇടതു സർക്കാരിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള യാത്രയ്ക്ക് സുപ്രധാന നിലപാടുകളാണ് CPM സമ്മേളനത്തിൽ രൂപം കൊള്ളുകയെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൂലധന സമാഹരണത്തിന് നിരവധി വഴികൾ കണ്ടെത്തുന്നതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന് പുതുവഴികൾ എന്ന രേഖയെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷിക ആഘോഷങ്ങളുടെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ഭാഗമായി മാവേലിക്കരയിലെ AR രാജരാജവർമ്മ സ്മാരകത്തിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി V ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. അക്ഷരശ്ലോക കളരി, പ്രഭാഷണം, നാടൻപാട്ട് സന്ധ്യ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ നാളെ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. കണ്ണൂർ നഗരത്തിലെ ഒരു ലോഡ്ജിൽ മയക്കുമരുന്നുമായി 2 പേർ അറസ്റ്റിൽ. നിഹാദ് മുഹമ്മദ്, അനാമിക സുധീപ് എന്നിവരാണ് അറസ്റ്റിലായത്. 4 ഗ്രാം MDMAയും 9 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടികൂടി. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വിപുലമായ ആഘോഷങ്ങളുമായി രാജ്യം. തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ആവശ്യമെന്ന് രാഷ്ട്രപതി. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി നടപ്പാക്കിയ ജനകീയ ക്യാമ്പയിനിൽ 1 മാസത്തിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാസർഗോഡ് സൂര്യാഘാതമേറ്റ് 1 മരണം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഗോവ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.